ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ബ്രെഡ് കസ്റ്റേർഡ് പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 6 ബ്രെഡ് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കപ്പ് പാലാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ചൂടായ പാൽ നമ്മളൊരു 1/4 കപ്പ് പാൽ മാറ്റി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറു ചൂടോടെ ആയതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ചൂടായ പാലിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സും കൂടി ഫില്ല് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസി ആവാൻ മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഈ ബ്രെഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട, ചെറുതായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ബട്ടറിനകത്ത് തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബദാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കുറച്ച് കോക്കനട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് ഇതേപോലെ ബ്രെഡ് ആദ്യം വെച്ച് കൊടുക്കുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കോക്കനട്ടിൻ്റെ മിക്സും ബദാമിൻ്റെ മിക്സും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ലെയർ ഫില്ല് ചെയ്യുന്നു. വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ഞാനൊരു 5 അവറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് റാപ്പ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഞാനൊരു ഈവനിങ് ആയപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മളത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.